നമസ്കാരം. ലൈംഗിക പീഡന കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് ഇന്ന് ജാമ്യമില്ല. കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വേടൻ സ്ഥിരം കുറ്റവാളിയാണെന്നും സർക്കാരിൽ സ്വാധീനമുള്ളയാളാണെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു. ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരാനുള്ള പരാതിക്കാരിയുടെ അപേക്ഷയും കോടതി അനുവദിച്ചു. പോലീസിന്റെ വിശദീകരണം കേട്ടതിനു ശേഷം വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാൻ മാറ്റിവെച്ചതായിരുന്നു കോടതി. എന്നാൽ ഇന്ന് വാദം കേട്ട കോടതിക്ക് മുമ്പാകെ പരാതിയെക്കുറിച്ചും അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായി ഒളിവിലാണ് റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്നാൽ മാത്രമേ വേടനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കേരള പോലീസ് കടക്കുകയുള്ളൂ. അതേസമയം വേടന് മുന്നിൽ കാര്യങ്ങൾ വെല്ലുവിളി നിറഞ്ഞതാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വേടനെ കുരുക്കി കൂടുതൽ പരാതികളുമെത്തി. ഇത്തവണ പരാതി എത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. ഇതിലും അന്വേഷണം നടത്തേണ്ട സാഹചര്യം സംജാതമാകുകയാണ്. 2 പെൺകുട്ടികളാണ് വേടനെതിരെ പരാതിയുമായി രംഗത്ത് വന്നതെന്നത് ശ്രദ്ധേയം. പരാതി നൽകിയവരിൽ ഒരാൾ ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്നയാളാണ്. വേടന്റെ അത്തരം പാട്ടുകൾ കേട്ടാണ് വേടനെ പരിചയപ്പെട്ടതും വിളിച്ചതും. ആ പരിചയം സൗഹൃദമായി. അതിനുശേഷം പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. 2021 പീഡനം നടന്നതെന്നും പറയുന്നു. രണ്ടാമത്തെ പരാതിക്കാരിയും കലാരംഗവുമായി ബന്ധമുള്ളയാളാണ്. വേടനോട് ആരാധന തോന്നിയാണ് പരിചയപ്പെട്ടത്. ഫോണിൽ വിളിച്ച് പരിചയപ്പെട്ട ശേഷം ആദ്യമായി കണ്ടപ്പോൾ തന്നെ പീഡിപ്പിച്ചെന്നുമാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. 2020 ഇക്കാര്യമെന്നും പറയുന്നു. ഇമെയിലായി നൽകിയ പരാതിയിൽ കുറച്ച് വിവരങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മുഖ്യമന്ത്രിയെ നേരിൽ കാണണമെന്നും കൂടുതൽ തെളിവുകൾ കൈമാറാനുണ്ടെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം പരാതിക്കാരികളെ മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ സാധ്യതയില്ല. പരാതി നിലവിൽ കേസ് അന്വേഷിക്കുന്ന പോലീസിന് കൈമാറിയേക്കും. അങ്ങനെയെങ്കിൽ വേടന് കൂടുതൽ കുരുക്കാകും. ഈ 2 പേരും നേരത്തെ വേടനെതിരെ മീറ്റു ആരോപണവും ഉന്നയിച്ചിരുന്നു. നിലവിൽ കഴിഞ്ഞ മാസം 31 യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ പോലീസ് വേടനെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. എന്നാൽ വേടനെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ഒളിവിൽ പോയ ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു നടപടി. 2 വർഷത്തിനിടെ ലഹരിയടക്കം ഉപയോഗിച്ച് 6 തവണ പലയിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നാണ് യുവ ഡോക്ടർ വേടനെതിരെ പരാതി നൽകിയത്. 2023 മാർച്ചിൽ ടോക്സിക് എന്ന് വിശേഷിപ്പിച്ച് വേടൻ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നും ഡോക്ടറുടെ പരാതിയിൽ പറയുന്നു. എന്നാൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഡോക്ടറുമായി ഉണ്ടായിരുന്നതെന്നും പിണങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോപണം ഉന്നയിക്കുകയാണെന്നുമാണ് വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് വേടൻ ഒളിവിൽ പോയിരിക്കുന്നത്. 2021 ഓഗസ്റ്റ് 1 2023 മാർച്ച് 31 ഇടയിൽ പലതവണകളായി വേടൻ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷമാണ് പീഡനമെന്നും യുവതി മൊഴി നൽകിയിരുന്നു. തുടർച്ചയായ പീഡന ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറിയെന്നും വേടന്റെ പിന്മാറ്റം തന്നെ മാനസികമായി തളർത്തിയെന്നും ഡിപ്രഷനിലായെന്നുമായിരുന്നു യുവതി പരാതിയിൽ പറഞ്ഞിരുന്നത്. ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകിയിരുന്നെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. പലപ്പോഴായി പണം തട്ടിയെടുത്തുവെന്നും യുവ ഡോക്ടറുടെ പരാതിയിൽ ആരോപണമുണ്ട്. IPC 376, 376(2) തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഈ സാഹചര്യത്തിലാണ് വേടൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. വേടനുമായിട്ടുള്ള യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അപകീർത്തിപ്പെടുത്താൻ ഒരു സംഘം ആളുകൾ നടത്തുന്ന സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണ് പരാതിയെന്നാണ് വേടൻ ആരോപിക്കുന്നത്.